ക്യൂരിയസ് പ്ലേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചില്ലി ചിക്കൻ ആണ്. കേരള സ്റ്റൈൽ, റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കൻ. ആദ്യമായി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യണം. പിന്നെ എല്ലാവരും നമ്മുടെ ആദ്യത്തെ വീഡിയോ ഒക്കെ കണ്ടു, ഷെയർ ചെയ്തു, ലൈക്ക് ചെയ്തു, സബ്സ്ക്രൈബ് ചെയ്തു, സജഷൻസ് പറഞ്ഞു, എല്ലാ കമൻസും വായിച്ചു നോക്കി. എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 2 ടേബിൾ സ്പൂൺ മൈദയാണ്. ഇത് നമുക്ക് എളുപ്പം ഉണ്ടാക്കാവുന്നേ ഉള്ളൂ, അത്ര പ്രയാസമുള്ളതൊന്നുമല്ല. പിന്നെ ആഡ് ചെയ്യേണ്ടത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. പിന്നെ കുരുമുളക് പൊടിയൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യണം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നേരത്തെ നമുക്കൊന്ന് അരച്ചൊക്കെ വെക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ഇച്ചിരി ഉപ്പൊക്കെ ചേർത്ത് ഒരേപോലെ ഇഞ്ചിയും വെളുത്തുള്ളി എടുത്ത് അരച്ച് വെക്കാവുന്നേ ഉള്ളൂ. പിന്നെ വേണ്ടുന്നത് 1 ടേബിൾ സ്പൂൺ സോയാ സോസാണ്. അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു മുട്ടയാണ്. മുട്ടയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം ഈ ചിക്കൻ ഇടുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ ഈ മാരിനേറ്റ് ചെയ്യാനുള്ള മിക്സ് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് എല്ലാം ഈവനായിട്ട് പിടിക്കാനായിട്ട് നമുക്ക് ആദ്യം അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്ത് എക്സ്ട്രാ വാട്ടർ ഒന്നും ആഡ് ചെയ്യേണ്ട. നമുക്ക് ആ ഒരു മുട്ടയുടെ ഈർപ്പം മാത്രം മതിയായിരിക്കും മാരിനേറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഒരു കാര്യം കൂടെ, ചിക്കൻ ഒന്ന് നമ്മൾ തോർത്തി വെക്കണം. അതായത് ഒന്ന് വെള്ളമെല്ലാം നന്നായിട്ട് വാർന്നു പോയി വെക്കണം. അല്ലെങ്കിൽ നമ്മൾ പിന്നീട് ഇത് മാരിനേറ്റ് ചെയ്യുമ്പം കൺസിസ്റ്റൻസി ശരിയാവില്ല, ഒരുപാട് ലൂസായിപ്പോൾ. അപ്പം അത് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ വെക്കണം. ഇനി നമുക്ക് ആ അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം വേണ്ടുന്നത് ജിഞ്ചറാണ്. അത് ചെറിയതായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ വേണ്ടുന്നത് വെളുത്തുള്ളിയാണ്. അത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ വേണ്ടുന്നത് സ്പ്രിംഗ് ഓണിയനാണ്. സ്പ്രിംഗ് ഓണിയൻ്റെ ഞാൻ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ വൈറ്റും ഗ്രീനും സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കണം. വൈറ്റ് നമുക്ക് കുക്കിങ്ങിനും ഗ്രീൻ നമുക്ക് ഗാർണിഷ് ചെയ്യാനും എടുക്കാം. ഇതിപ്പം വൈറ്റ് ഓണിയനാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നമുക്കിവിടെ ഇപ്പം ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ, നമുക്ക് വൈറ്റ് ഒണിയനെ കിട്ടുകയുള്ളൂ. നമ്മുടെ ഒണിയൻ കിട്ടുന്നില്ലായിരുന്നു. അതുകൊണ്ട് വൈറ്റ് ഒണിയൻ, അതെൻ്റെ ഡിഷിന് വൈറ്റ് ഒണിയനാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇപ്പോൾ കിട്ടി, അതുകൊണ്ടാണ് യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു ക്യാപ്സിക്കമാണ്. അതും ഞാൻ മുമ്പ് അരിഞ്ഞെടുത്ത പോലെ തന്നെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുക്കുന്ന ടെക്നിക്കൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അതുപോലെ അരിഞ്ഞെടുക്കും. ഇനി നമുക്കൊന്ന് ഈ ചിക്കനൊന്ന് വറുത്തെടുക്കണം. അത് പിന്നെ വറുത്തെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എണ്ണ ചൂടായതിന് ശേഷം മാത്രമേ ചിക്കൻ ഇടാവൂ. അതുപോലെ ഒരുപാട് തീയാവില്ല, ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ, ഒത്തിരി ലോയും ആവരുത്, അപ്പോൾ എണ്ണ ഒരുപാട് കുടിക്കും. അതിന് പകരം ഒരു മീഡിയം ലോ ഫ്ലെയിമിലായിരിക്കണ എണ്ണ. നമ്മൾ ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണം. കാരണം ചിക്കൻ ഒന്ന് നന്നായിട്ട് വേകണം. ഈ ചിക്കൻ അല്ലെങ്കിൽ നമ്മളിനി അധികം ഒന്നും വേവിക്കാറില്ല. നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇനി എല്ലാം കൂടെ നമ്മൾ അവസാനം മിക്സ് ചെയ്യുന്നത് അധികം വേവിക്കാറില്ല. അതുകൊണ്ടൊന്ന് അത്യാവശ്യം ഒന്ന് വേകുകയും ചെയ്യണം. കരിഞ്ഞു പോകരുത്. ഒരു ബ്രൗൺ കളറായിട്ട് ഒരു ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ ചിക്കൻ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒന്ന് കലക്കി വെക്കാം. ഓക്കെ, ഇത് നമ്മൾ ഒരു ചൂട് കെട്ടിയുള്ളൊരു പാത്രം വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷൻ ഇടാം. ഇനി അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 1 ടേബിൾ സ്പൂൺ ഗാർലിക്കാണ്. 1-1.5 ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. എനിക്ക് ഇത്തിരി ഗാർലിക്കിൻ്റെ ചുവയൊക്കെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ 1.5 ടേബിൾ സ്പൂണൊക്കെ സാധാരണ ആഡ് ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ജിഞ്ചറാണ്. അതും ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. അതും ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടുന്ന ഒരു കാര്യം ഗ്രീൻ ചില്ലിയാണ്. അത് 1-2 നമ്മളൊരു നീളത്തിൽ അരിഞ്ഞെടുത്തിട്ട് അതുകൂടെ ഒന്ന് ആഡ് ചെയ്യാം. ഇത് ഒരുപാടങ്ങ് വഴലേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം, തീ ഒരു ഹൈ ഫ്ലെയിമിലായിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും ചെയ്യണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അപ്പം
നമ്മൾ ഈ ഗ്രീൻ ചില്ലി ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് ഓണിയൻ ഇടാം. ഓണിയൻ ഇട്ട് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇടാം. ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി, ഒരുപാടങ്ങ് വഴണ്ടു പോകുമെന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. പിന്നെ നമുക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്യാം. പിന്നെ വേണ്ടുന്നത് 1 ടീസ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ്. അന്ന് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നത് കളർ കിട്ടാൻ വേണ്ടിയാണ്, അല്ല വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അത് ആഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു 3 ടേബിൾ സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്യാം. സോയാ സോസ് കഴിഞ്ഞ് നമുക്കിന്ന് ഇളക്കി കൊടുക്കണം. സോസുകൾ ഒഴിക്കുന്ന ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ആഡ് ചെയ്യേണ്ടത് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ്. ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാവുന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് കോൺഫ്ലവറും പിന്നെ ഈ 3 സോസുകളും ക്യാപ്സിക്കമാണ് നമുക്ക് വാങ്ങിക്കേണ്ടി വരുന്നത്. അത് ഒത്തിരി വിലയൊന്നും ആവില്ല, നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കിയെടുത്താൽ. നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസാണ്. റെഡ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഗ്രീൻ ചില്ലി സോസ് ആയാലും കുഴപ്പമില്ല. അതൊരു 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഒന്ന് അടിക്ക് പിടിക്കും. പിന്നെ ആഡ് ചെയ്യേണ്ടത് കോൺഫ്ലവറാണ്. നമ്മൾ കലക്കി വെച്ചിരുന്ന കോൺഫ്ലവർ ആഡ് ചെയ്യണം. അതുകൂടാതെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ കോൺഫ്ലവർ നന്നായിട്ടൊന്ന് അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് തിളച്ചൊന്ന് ചെറുതായിട്ടൊന്ന് തിക്കായി വരണം. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് 1 ടീസ്പൂൺ വിനീഗറാണ്. ചെറിയൊരു പുളിക്ക് വേണ്ടി 1 ടീസ്പൂൺ വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിനി ഇതിൻ്റെ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കണം. ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ആഡ് ചെയ്തില്ലല്ലോ. ചിക്കനിൽ നമ്മൾ ആഡ് ചെയ്ത ഉപ്പേ ഉള്ളൂ, അതിനുശേഷം നമ്മൾ ഉപ്പൊന്നും ആഡ് ചെയ്തില്ലല്ലോ. അപ്പം ഉപ്പുണ്ടോ എന്ന് നോക്കാം, കാരണം സോസിനൊക്കെ ഉപ്പുണ്ടായി. അപ്പോൾ ഇനി നമുക്ക് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം ഒരു ശകലം പഞ്ചസാര, ചെറിയൊരു മധുരത്തിന് വേണ്ടി ശകലം പഞ്ചസാര. പിന്നെ ഗ്രേവിയൊക്കെ തിക്കായി വരുമ്പോഴത്തേക്ക് നമുക്ക് അധികം തിക്കാവില്ല, ഒരുപാട് തിക്കാവില്ല. അപ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനിട്ട് ഇളക്കി കൊടുക്കാം. സോസിൻ്റെ ആ പച്ച കളറൊന്ന് പോകണം, അതൊരു റെഡ് നമുക്ക് കാണാം, വെള്ളയിൽ നിന്നൊരു റെഡിലേക്കാവുന്നത്. എന്നിട്ട് ചിക്കൻ അതിൻ്റെ അകത്ത് ഇടാൻ പറ്റും. ഇനി ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ ഒരു കാര്യം, നമ്മളിത് കൂട്ടിയതിന് ശേഷം ബാക്കി വരുന്ന നമ്മളെടുത്ത് മാറ്റി വെക്കുമല്ലോ. അപ്പം മാറ്റി വെക്കുമ്പോൾ അടുത്ത ദിവസം ആകുമ്പോഴത്തേക്ക് ഇത് സോക്ക് ചെയ്ത പോലെ ആവും. അപ്പോൾ അതുകൊണ്ട് ഗ്രേവി ഒന്നും ഇല്ലാത്ത പോലെ. അപ്പോൾ നമ്മൾ രണ്ടാമതൊന്ന് ഗ്രേവി ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടി ഒരു പാനിൽ ഇതുപോലെ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ട്, പിന്നെ ഒരു കാര്യം, നമ്മൾ ഇതിലൊന്നും നമ്മുടെ വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. സൺഫ്ലവർ ഓയിലും അല്ലെങ്കിൽ ഏതൊരു വെജിറ്റബിൾ ഓയിലോ യൂസ് ചെയ്യാവൂ. പിന്നെ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആഡ് ചെയ്തതിന് ശേഷം ഒരു കപ്പിൽ നമ്മളിതുപോലെ നേരത്തെ തന്നെ കോൺഫ്ലവർ കലക്കി വെച്ച് അതിലേക്ക് തന്നെ അങ്ങ് സോസ്, പിന്നീട് ഇതിലേക്ക് ആഡ് ചെയ്യണമെന്നില്ല, നേരത്തെ അതിലേക്ക് തന്നെ അങ്ങ് 3 സോസുകളും ഓരോ ടേബിൾ സ്പൂൺ വെച്ച് ആഡ് ചെയ്തതിന് ശേഷം ഉപ്പും വിനീഗറും പഞ്ചസാരയും ഒക്കെ ആഡ് ചെയ്ത് നമ്മൾ ഈ പാനിലേക്ക് ഒഴിച്ച് ഒന്ന് ഗ്രേവി ഉണ്ടാക്കി എടുത്തിട്ട് ഈ റിമൈനിങ് ആയിട്ടുള്ള ഈ ബാക്കി പോർഷൻ കൂടെ ആഡ് ചെയ്താൽ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ അതേ ടേസ്റ്റിൽ തന്നെ കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പോർഷൻ കൂടെ ആഡ് ചെയ്ത് സെർവ് ചെയ്യാം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, നല്ല ടേസ്റ്റുമാണ്. ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് വെറൈറ്റി ആയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കാം.